കൊടുങ്ങല്ലൂരിൽ നിന്ന് 2 തവണ അവിടെ ജയിച്ച ഇടതുപക്ഷ നേതാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിച്ചേർന്ന ഒ.ജെ. ജനീഷ് 2017 KSUവിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു. 2020 യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു. 2023 യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു. ഇത് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ ഒ.ജെ. ജനീഷ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഞാൻ ഒ.ജെ. ജനീഷ് എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഈ മന്ത്രിസഭയിലേക്കുള്ള അപ്രതീക്ഷിതമായ എൻട്രി ആയിരുന്നു ഒ.ജെ. ജനീഷിൻ്റേത്. ഓർക്കുക, ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയായിരിക്കും ഒ.ജെ. ജനീഷ്. ഒരുപക്ഷെ ഈ മന്ത്രിസഭയിലെ ബേബി എന്ന് വിശേഷിപ്പിക്കാം. 37 വയസ്സേ ഉള്ളൂ ഒ.ജെ. ജനീഷിന്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ജയിച്ച് മന്ത്രിയായി മാറിയ ഒ.ജെ. ജനീഷ് 2017 KSUവിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ്, 2020 യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, 2023 യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, 2025 യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഏറ്റവും ഒടുവിൽ 2026 കൊടുങ്ങല്ലൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച് നിയമസഭയിലെത്തുന്നു. ഇപ്പോൾ ഇതാ അപ്രതീക്ഷിതമായിട്ടുള്ള എൻട്രിയായി അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒ.ജെ. ജനീഷ് എന്ന 37കാരൻ കൊടുങ്ങല്ലൂരിലൂടെ അപ്രതീക്ഷിത എൻട്രി നേടി മന്ത്രിയായി മാറിയിരിക്കുന്നു. ഒ.ജെ. ജനീഷും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൻ്റെ പൂച്ചെണ്ട് ഏറ്റുവാങ്ങിയിരിക്കുന്നു. എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ അങ്ങനെ VDS സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു. കേരളത്തിൽ ഈ നിമിഷം മുതൽ പുതിയ മന്ത്രിസഭ നിലവിൽ വന്നിരിക്കുന്നു. വി.ഡി. സതീശൻ കേരളത്തെ നയിക്കുന്നു. കേരളം വി.ഡി. സതീശനിലൂടെ മുന്നേറുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാഴ്ചയാണ്. എല്ലാ ആശംസകളും നേരുന്നു. The swearing in is now complete. All please rise for the national song and national anthem.